ഞങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല മേന്മകൾക്കും കാരണം ശ്രീകൃഷ്ണനാണ്. ഓരോ സമയത്തും ദുര്യോധനാദികൾ അപകടം വരുത്തിയപ്പോഴൊക്കെയും ഭഗവാനാണ് കൂടെ നിന്ന് തുണച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾക്കൊന്ന് പൂജിക്കണം എന്ന ആഗ്രഹമുണ്ട്. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാഗം, രാജസൂയം, അത് നടത്തി അതിൽ അഗ്രാസന പൂജ ചെയ്യാനായിട്ട് ഭഗവാനെ തന്നെ ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. ആ രാജസൂയം മുഴുവനും ഭംഗിയാക്കി അത് വേണ്ടതുപോലെ നടത്തി തരാനായിട്ട് കഴിവുണ്ടാവണേ എന്ന് ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല. Kamu bawa madala kamala brahmari babaku kamu kamala brahmari babaku Gopala
ഭ്രമരത്തെ പോലെ തവ പാദകമല ഭ്രമരീ അങ്ങയുടെ പാദകമലങ്ങളിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായാലും എനിക്ക് വിരോധമില്ല. ആ ആഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഭ്രമരത്തെ പോലെ അങ്ങയുടെ പാദകമലങ്ങൾക്ക് ചുറ്റും അങ്ങനെ ഓംകാരധ്വനിയും മുഴക്കിക്കൊണ്ട് പറന്നു നടന്നാൽ മാത്രം മതി എനിക്ക്. അതിനുള്ള ഒരു അവസരം പല കാലങ്ങളിലായില്ലേ കൃഷ്ണൻ ഒന്ന് പൂജിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്ര തവണ പൂജിക്കാൻ പുറപ്പെട്ടാലും നമ്മളെ മാമൻ്റെ മകനാണ് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കിച്ചിട്ട് പൂജിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കും. ഇത്തവണ അത് പറ്റില്ല, ഇപ്പം തന്നെ അങ്ങ് പുറപ്പെടണം എന്ന് ഭഗവാനോട് അർത്ഥിക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ആര് പറഞ്ഞാൽ ഭഗവാൻ അപ്പം തന്നെ പുറപ്പെടുവോ അതിന് പാകത്തിലുള്ള നാരദ മഹർഷിയെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ എല്ലാ ബന്ധുക്കളോടും കൂടിയിട്ട് ഭഗവാൻ യുധിഷ്ഠിര രാജാവിൻ്റെതായ ആ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീ ഭവദപാംഗ സംവർദ്ധിതൈ ശ്രിയം ഭക്രദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ മാഗധേ പ്രഹിതവാൻ സഭീമാ അടുത്തേക്ക് പോയാൽ അവിടെ നിന്ന് ആരും ഈ രാജസൂയം നടത്താൻ ഞങ്ങൾക്ക് അനുവാദം, ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് സമ്മതിക്കില്ല. ബാക്കിയുള്ള ദിക്കിലുള്ളവർ സമ്മതിച്ചു എന്ന് വരും. അവരൊക്കെ കപ്പം തന്ന് ഇത് ഭംഗിയായി നടക്കട്ടെ എന്ന് സമ്മതിക്കും. പക്ഷേ ജരാസന്ധൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. അവിടെ ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്ന് യുദ്ധം യാചിച്ചു വാങ്ങി ഭീമസേനനെ കൊണ്ട് അയാളെ തല്ലിക്കൊല്ലിച്ച് രാജസൂയം ഭംഗിയാക്കണം എന്ന് ഭഗവാനോട് ഉദ്ധവര് അറിയിച്ചത് പ്രകാരം ആ രാജസൂയത്തിനായിട്ട് പുറപ്പെട്ട് യുധിഷ്ഠിരൻ്റെ രാജധാനിയിൽ നിന്ന് ഓരോരോ ആൾക്കാർ ഓരോരോ ദിക്കിലേക്ക് പോയി. അവരൊക്കെ ദിഗ്വിജയത്തിന് കപ്പം കൊണ്ടുവന്നു. മഗധയിലേക്ക് പോയവർ മാത്രം കപ്പല്ലാതെ വന്നു. അപ്പോൾ ഇനി പുറപ്പെടാം എന്ന് കലായി എന്ന് സമയം കണക്കാക്കിയിട്ട് 3 പേരും കൂടി നല്ല ഒന്നാന്തരം ബ്രാഹ്മണ വേഷം കുളിക്കോ ശരിയാട്ടോ. കണ്ടാൽ കുളിച്ചു തോന്നുന്നില്ല, കുളിക്കാത്ത പോലെ തന്നെയാണ് തോന്നുന്നത്. എന്നാലും ആ കുറി തൊട്ടുന്നത് കണ്ടാൽ 2 വട്ടം കുളിച്ചിട്ടുള്ളത് തോന്നും. എന്താ ഭീമസേനൊക്കെ ആ വെണ്ണൂറ്റുമുട്ടിലേക്ക് അങ്ങോട്ട് ചാടിയതൊക്കെയാണെന്നാണ് തോന്നുന്നത്. മേല് മുഴുവൻ കലശലായിട്ട് ഭസ്മം തൊട്ടിട്ടുണ്ട് അർത്ഥം. ഭസ്മവും ചന്ദനവും ഒക്കെ തൊട്ട് കനത്തിലുള്ള ഓരോ പൂണൂലും ഇട്ട് അവരവിടെ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഈ ആ അതിഥികളെ സൽക്കരിക്കണ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഈ ജരാസന്ധന് ബ്രാഹ്മണരെ കണ്ട വലിയ ഭക്തിയാണ്. അപ്പം ജരാസന്ധൻ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയ സമയത്താണ് ഇവരവിടെ എത്തിയത്. എന്തായാലും വന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തി പൂജിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ പറയണത്, അങ്ങയെപ്പോലുള്ള ഭക്തജനങ്ങളായ ആളുകൾ സജ്ജനങ്ങളെ കണ്ടാൽ അവർക്ക് അവനവൻ്റെ പ്രാണൻ തന്നെ കൊടുക്കാനും മടിയില്ലാത്തവരാണല്ലോ അല്ലേ. അപ്പം ജരാസന്ധൻ ഒന്നങ്ങനെ നോക്കി,
നിങ്ങളെ കണ്ടാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സ്വരൈഹി ആകൃതിഭിഹി, സ്വരം കൊണ്ടും ആകൃതി കൊണ്ടും നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് മനസ്സിലായി. നിങ്ങൾ ആരാന്ന് പറഞ്ഞോളൂ. ആരായാലും വിരോധമില്ല. ബ്രാഹ്മണ വേഷം കെട്ടി വന്നതായാലും തിരക്കണമൊന്നുമില്ല. ഞാൻ എന്താച്ചാ തരാം. ആത്മശിരോ പിവഹ, എൻ്റെ ശിരസ് തന്നെ വേണമെങ്കിലും ഞാൻ തരാൻ ഒരുക്കാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്നാ അതന്നെയാ വേണ്ടത്. അതിപ്പോ തരിയിട്ട് വേണമെന്നില്ല, ഞങ്ങളെടുത്തോളാം. എന്നാ നിങ്ങൾ ആരാന്ന് യാഥാർത്ഥ്യം പറയും. യുദ്ധം ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്. അസൗമൃഗോദരഹ, ഇത് ഭീമസേനൻ തസ്യ ഭ്രാത അർജുനോ ഹ്യയം, ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ അർജുനൻ. എന്നെ അങ്ങേക്ക് അറിയുണ്ടാവൂലോ. അനയോ മാതുലേയം കൃഷ്ണം ജാനീഹി കൃഷ്ണം. അങ്ങയുടെ ശത്രുവായിട്ടുള്ള ഞാൻ കൃഷ്ണൻ, എന്നെ അങ്ങേക്ക് പരിചയമുണ്ടാവൂലോ. ഒന്ന് നല്ല ഓർത്ത് നോക്കൂ. ഓർമ്മ വരുന്നില്ലേ ചോദിച്ചു. അപ്പൊ ജരാസന്ധനും മനസ്സിലായി ഇതാ തന്നെയാണ് തല്ലി കിട്ടിയത്. ഓർമ്മ ചെയ്യുന്ന ചോദിച്ചതേ, നന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. നീ 18ാമത്തെ വട്ടം ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോ എന്നെ കണ്ട് പേടിച്ചോടിയതല്ലേ, അതുകൊണ്ട് നന്നോട് യുദ്ധമില്ല. അർജുനോ നഭവേദ്യോദ്ധ, അർജുനൻ ഒരു യോദ്ധാവായിട്ടില്ല. ഭീമ തുല്യബലോ മമ, ഭീമൻ എനിക്ക് തുല്യമായ ബലത്തോടു കൂടിയവൻ എന്നതിനെ പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും കൂടിയിട്ട് അതികേമായിട്ടുള്ള യുദ്ധം അങ്ങനെയാണ് ആരംഭിച്ചു എന്നർത്ഥം. അശാന്ത സമരോദ്ധതം വിടപപാടന സംജ്ഞയ നിപാത്യ ജരസസ്ഫുടം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതി മുദ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിത ഗതസ്പൃഹ